ഇന്ത്യൻ ടി20 ടീമിൽ പുതിയ യുഗത്തിന് തുടക്കം. ഇന്ത്യ സിംബാബ്വെ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 മുതൽ ഹരാരെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളി തുടങ്ങുന്നത്. മാച്ച് സോണി നെറ്റ്വർക്കിലൂടെ സംപ്രേക്ഷണം ചെയ്യുന്നതാണ്. സിംബാബ്വെയുമായി മാച്ച് നടക്കുന്നതിനാൽ യുവതാരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്ക്വാഡ് ആണ് ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഒരുപാട് യുവതാരങ്ങൾക്ക് ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറാൻ ഈ സീരീസിലൂടെ സാധിക്കും. ഇനി സിക്കന്ദർ റാസ് നയിക്കുന്ന സിംബാബ്വെയുടെ സ്ക്വാഡിലേക്ക് വന്നാൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് താരങ്ങളായ ക്രെയ്ഗ് എർവിൻ, റയാൻ ബുറു തുടങ്ങിയവരെ ഒഴിവാക്കിക്കൊണ്ട് യുവതാരങ്ങളെ ഉൾപ്പെടുത്തിയാണ് സിംബാബ്വെ സ്ക്വാഡും അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ടീമിന്റെ ഒരു സാധ്യത 11 നോക്കിയാൽ ഓപ്പണിംഗിൽ തന്നോടൊപ്പം അഭിഷേക് ശർമ്മയും വൺ ഡൗണിൽ ഋതുരാജ് ഗെയ്ക്വാഡുമാണ് കളിക്കുക എന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അറിയിച്ചിട്ടുണ്ട്. ബാക്കി ലൈനപ്പിൽ റിയാൻ പരാഗ്, റിങ്കു സിംഗ്, ധ്രുവ് ജൂറൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയി, ആവേശ് ഖാൻ, മുകേഷ് കുമാർ, ഖലീൽ അഹമ്മദ് തുടങ്ങിയവർക്കാണ് സാധ്യത. സഞ്ജു സാംസൺ, ശിവം ദുബെ, യശ്വസി ജയ്സ്വാൾ തുടങ്ങിയവർ വേൾഡ് കപ്പ് ആഘോഷത്തിന് ഇന്ത്യയിലായതിനാൽ അവരെ ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കി പകരക്കാരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സീരീസിലേക്ക് വന്നാൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ തുടങ്ങിയവർ ടി20യിൽ നിന്ന് വിരമിച്ചതിനാൽ ഇവരുടെ സ്പോട്ട് ഫിൽ ചെയ്യാനുള്ള താരങ്ങളെ ഇന്ത്യ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ ഒരുപാട് യുവതാരങ്ങൾക്ക് ഒരു വലിയ അവസരം തന്നെയാവും ഈ സീരീസ്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ റിസർവായ ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ് തുടങ്ങിയവർക്ക് അവരുടെ സ്ഥാനം ഉറപ്പിക്കാനും സാധിക്കും. ഇനി ഈ മാച്ചിന്റെ ഒരു വിജയസാധ്യത നോക്കിയാൽ ഇന്ത്യക്ക് തന്നെയാണ്.